എന്താണ് നാർസിസം, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD? ഇത്തരം വ്യക്തികളുമായുള്ള ജീവിതവും വിവാഹമോചനവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പ്രത്യേകതരം വ്യക്തിത്വം അഥവാ വ്യക്തിത്വ വൈകല്യം, പേഴ്സണാലിറ്റി ഡിസോർഡർ. സ്വന്തം ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ. അവരവരുടെ വിഷയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇക്കൂട്ടർ. മറ്റുള്ളവർ തന്നെ മാനിക്കണം, സ്നേഹിക്കണം, ശ്രദ്ധിക്കണം. എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനോ ആവശ്യങ്ങൾ തിരിച്ചറിയാനോ ശ്രദ്ധിക്കാനോ താൽപ്പര്യമുണ്ടായിരിക്കുന്നതുമല്ല. സ്വന്തം വ്യക്തിത്വത്തെ മാത്രം ഇഷ്ടപ്പെടുന്നു, അവനവനെ മാത്രം വിശ്വസിക്കുന്നു. സ്വാർത്ഥമതികളായ, തന്നെ മാത്രം കേന്ദ്രീകരിക്കുന്ന, സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവർ. അവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. ഇത്തരക്കാരോട് വാദപ്രതിവാദങ്ങൾ നടത്തിയാൽ വിജയിക്കാൻ കഴിയില്ല. നിർദ്ദേശങ്ങൾ നൽകാനോ നയിക്കാനോ കഴിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇത്തരക്കാരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുകയുള്ളൂ. ഇത്തരക്കാരുമായുള്ള വിവാഹജീവിതം പ്രയാസകരമായിരിക്കും. പങ്കാളിക്കൊരു വിലയും മതിപ്പും നൽകുന്നവരായിരിക്കില്ല ഇക്കൂട്ടർ. ഇത്തരത്തിലുള്ളവരുടെ പങ്കാളി എപ്പോഴും വിമർശനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും, തരം താഴ്ത്തപ്പെടുകയും അധിക്ഷേപങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. താനാണ് ശരിയെന്ന് വരുത്തിത്തീർക്കാൻ, ഏത് വിഷയത്തെയും വളച്ചൊടിക്കാൻ അഥവാ മാനിപ്പുലേറ്റ് ചെയ്യാൻ NPD ഉള്ളവർ വിദഗ്ധരാണ്. തൻ്റെ പങ്കാളിയോട് യാതൊരു വിധത്തിലുള്ള സഹാനുഭൂതിയും ഇത്തരക്കാർക്കുണ്ടായിരിക്കുന്നതല്ല. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് യാതൊരുവിധ താല്പര്യവും ഇത്തരക്കാർ കാണിക്കാറില്ല. സ്വന്തം വിഷയം, അതിൽ സന്തോഷം കണ്ടെത്തുന്നു. എത്ര സ്നേഹിക്കുന്ന പാർട്ട്ണറാണെങ്കിലും വേദനയായിരിക്കും ഫലം. യഥാർത്ഥ സംഭവം പോലും വളരെ ലളിതമായി നിരാകരിക്കും. എൻ്റെ കുറ്റം കൊണ്ടല്ല, അവൻ്റെ അവളുടെ കുറ്റം കൊണ്ടാണെന്ന് സമർത്ഥിക്കും. ഇത്തരം വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാവുമ്പോൾ പങ്കാളിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. പങ്കാളിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു വിലയും കൽപ്പിക്കാതെ ഹറാസ് ചെയ്യുന്ന അവസ്ഥ. ചിലപ്പോൾ പങ്കാളിയെ ചീറ്റ് ചെയ്തെന്നും വന്നേക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയം ഇത്തരക്കാരെ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. പുറമേ പങ്കാളിയോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നതായി കാണാം. എന്നാൽ കുടുംബജീവിതത്തിൽ നേരെ തിരിച്ചായിരിക്കും അനുഭവം. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പങ്കാളി തൻ്റെ സ്വന്തക്കാരോട് പറഞ്ഞാൽ പോലും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. കാരണം ഇത്തരക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് മറ്റൊന്നായിരിക്കും. പരാതി പറയുന്ന പങ്കാളിയായിരിക്കും സംശയത്തോടെ അവർ നോക്കിക്കാണുന്നത്. പുറത്തുള്ള മറ്റ് ബന്ധങ്ങളോടും സുഹൃത്തുക്കളോടും വളരെ നല്ല ബന്ധം സൂക്ഷിക്കുകയും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും അവരുടെ ഇടയിൽ നല്ല പേര് നിലനിർത്താനും മാക്സിമം ശ്രമിക്കും. പങ്കാളിക്കുള്ളതെല്ലാം സ്വന്തമാക്കുന്നതിനും അവരുടെ ചിലവിൽ കഴിയുന്നതിനും പ്രത്യേകം താല്പര്യം കാണിക്കും. എന്നാൽ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് യാതൊന്നും ചിലവഴിക്കാൻ തയ്യാറല്ലതാനും. പങ്കാളിയുടെ ചിലവിൽ സ്വയം സന്തോഷിച്ച് ജീവിക്കുക. വിഷയം ഇങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം നടത്തുന്നതും ജീവിപ്പിക്കുന്നതും ഞാനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എല്ലാം സഹിച്ചും ക്ഷമിച്ചും എന്നെങ്കിലും ശരിയാകുമെന്നാഗ്രഹിച്ച് ജീവിതം കൊണ്ടുപോകും. എന്നാൽ പങ്കാളിക്ക് കിട്ടുന്നതോ അവഗണനയും സ്നേഹമില്ലായ്മയും. എന്നെങ്കിലും ശരിയാകുമെന്ന വ്യാമോഹം ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അവർക്ക് അവരെ മാത്രം സ്നേഹിക്കാനേ കഴിയൂ. ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന പങ്കാളി രണ്ടിലേതെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഒന്നുകിൽ വിവാഹമോചനം, അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം സെറ്റ് ചെയ്യുക. യോജിച്ചുള്ള ജീവിതമാണ് തീരുമാനമെങ്കിൽ NPD ഉള്ള വ്യക്തിയുടെ പങ്കാളി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പങ്കാളിയുമായി നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ. വിഷയങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, സ്ഥിരതയുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ രീതി അവർ ഉൾക്കൊള്ളുകയുള്ളൂ. അഭിനയിക്കാൻ മിടുക്കരാണെന്നും വീണുപോകരുതെന്നും ശ്രദ്ധ വേണം. നിങ്ങൾ നിങ്ങളുടേതായ എൻഗേജ്മെൻറ്റുകളിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും അകൽച്ചയുണ്ടാകും. എന്നാൽ എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ഒരാളാണ്, എനിക്ക് ഈ ആളിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളെ ഉണ്ടാകൂ, ഞാൻ പിന്നെ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ആ പേഴ്സണാലിറ്റിയെ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നിങ്ങളും മാറാൻ ശ്രമിക്കുക. അതിനനുസരിച്ച് മാനസികമായ ക്രമീകരണങ്ങൾ വരുത്തുക. ഒരു പക്ഷേ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിച്ചാൽ വിവാഹമോചനം ഒഴിവാക്കാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ ഇത്തരം ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ അത് അവരോട് വ്യക്തമാക്കാതിരിക്കുന്നതാണ് നല്ലത്.
മറിച്ച് ഇത്തരക്കാരിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം, കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായൊരു ധാരണ സ്വയം ഉണ്ടാക്കിയെടുക്കുക. ആ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങളൊരു മനോരോഗിയാണെന്ന് സമൂഹമധ്യത്തിൽ ഇത്തരക്കാർ ചിത്രീകരിച്ചെടുക്കും. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇത്തരം വിഷയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിർബന്ധമായും ഒരു വിദഗ്ധൻ്റെ സേവനം തേടേണ്ടതുണ്ട്. എന്നാൽ നിങ്ങളുടെ പങ്കാളിയുടെ വ്യക്തിത്വ വൈകല്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ സ്വീകരിച്ചുകൊണ്ട് ഡൈവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഡിവോഴ്സ് തീരുമാനിച്ചാൽ തീരുമാനം ഫൈനലായിരിക്കണം. എല്ലാ തലത്തിലും ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. പിന്നീടൊരു തിരിച്ചുപോക്കില്ല. നിങ്ങൾ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നതായി മനസ്സിലാക്കിയാൽ മാക്സിമം പ്രയാസപ്പെടുത്താനായിരിക്കും നാർസിസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. നിങ്ങളെ വിട്ടുകളയുക എന്നുള്ളത് അവർക്ക് പ്രയാസകരമായിരിക്കും. ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കാമോ അതിൻ്റെ അങ്ങേ തലം വരെ അവർ ശ്രമിച്ചിരിക്കും. നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കി അത് നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തും. വിട്ടുപോകാൻ പറ്റാത്ത തരത്തിൽ അവർ നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അതിനാരെയെല്ലാം സ്വാധീനിക്കാമോ അതിനെല്ലാമുള്ള ശ്രമം നടത്തും. വിവാഹമോചനത്തിനുള്ള തീരുമാനമെടുക്കുകയും അത് പങ്കാളി മനസ്സിലാക്കുകയും ചെയ്താൽ പിന്നീട് തിരിച്ചു പോകാൻ ശ്രമിക്കരുത്. പിന്നീട് യോജിക്കുകയാണെങ്കിൽ അവരുടെ റിവെഞ്ച് ചെറുതായിരിക്കുകയില്ല. കോടതി വഴിയോ അല്ലാതെയോ കൗൺസിലിങ്ങിനോ മീഡിയേഷനോ ശ്രമിച്ചാൽ അവിടെയെല്ലാം അവരുടെ തന്ത്രപരമായ ഇടപെടലുണ്ടാകും. കൗൺസിലറെ തൻ്റെ വശത്താക്കി തൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം എന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. പ്രാഗൽഭ്യമില്ലാത്തവരാണ് കൗൺസിലിംഗ് നടത്തുന്നതെങ്കിൽ ഇത്തരക്കാരുടെ വാക്കുകളിൽ വീണുപോകും. വക്കീലിനെ തിരഞ്ഞെടുക്കുമ്പോൾ സമയമെടുത്ത് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. നിങ്ങളുടെ വക്കീലിനെ സ്വാധീനിക്കാനും അത്തരക്കാർക്ക് കഴിയുന്നതാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ഓരോ അലിഗേഷനും ക്ലിയർ എവിഡൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന വിഷയങ്ങൾ വെളിപ്പെടുത്താൻ ശ്രമിക്കരുത്, പ്രകോപിപ്പിക്കരുത്. അതിനെ ഓവർകം ചെയ്യാനുള്ള തന്ത്രങ്ങൾ വളരെ വേഗം അവർ കണ്ടെത്തും. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് പോലും നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ വെളിപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ അറിയാതെ അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കും. സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നീചമാർഗവും സ്വീകരിക്കുന്നതിന് അവർ മടിക്കുന്നതല്ല. വിവാഹമോചനം നേടിയെടുക്കുന്നതുവരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ എതിർകക്ഷി സാധാരണ സ്വഭാവക്കാരനല്ല എന്ന ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. വിവാഹമോചന ശേഷവും ഇത്തരക്കാരിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടർന്നുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിനായി ഒരു വിദഗ്ധൻ്റെ സേവനം തേടാവുന്നതാണ്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതുകൂടി കാണുക. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.